മരിച്ചുപോയെന്ന് പറഞ്ഞ ആൾ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ച് ഓർമ്മിക്കുന്നില്ലേ? എത്ര പേർ ഓർമ്മിക്കുന്നുണ്ട്? ഇവൻ എന്നോട് പറഞ്ഞ് പപ്പ തിരിച്ചു വരുമെന്ന് ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ല. അങ്ങനെയല്ലേടാ എന്നോട് പറഞ്ഞു. എന്ന് പപ്പ ആരോഗ്യത്തോടെ വന്നു സാക്ഷ്യം പറയുമോ? ആമേൻ. എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കാൻ നമുക്ക് കർത്താവ് ചെയ്ത അത്ഭുതത്തിന് സാക്ഷ്യവുമായിട്ടാണ് ഈ ബ്രദർ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. ഈ ബ്രദറിന്റെ പേര് ഷിബുകുമാർ. കൂടെ നിൽക്കുന്നത് മകനാണ് അരുൺ. 2020 ബ്രദറിന് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ഇടതുവശം പാരലൈസ്ഡ് ആയി. എന്നാൽ നമ്മുടെ മിറക്കിൾസ് ആർ നോർമൽ പ്രോഗ്രാം നടക്കുമ്പോൾ ജോൺ ബ്രദർ വീഡിയോ കോളിലൂടെ ഈ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇടതുവശം പൂർണ്ണമായി തളർന്നു കിടന്ന ബ്രദർ ആ നിമിഷം എഴുന്നേറ്റ് നടന്നു. കർത്താവ് അത്ഭുതം ചെയ്തു. 2021 വീണ്ടും ബ്രദറിന് ഫിറ്റ്സ് വന്നു. ഹോസ്പിറ്റലിലായി, ICUലായി. ജിജോ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ICUവിൽ നിന്ന് വിടുവിച്ചു. കൂടാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. തുടർന്ന് വീണ്ടും കഴിഞ്ഞ ആഴ്ചയിൽ ബ്രദറിന് പനിയും വിറയലും ഉണ്ടായി. വീട്ടുകാർക്ക് സംഭ്രമമുണ്ടായി. എന്താണെന്ന് മനസ്സിലായില്ല. കണ്ണുകൾ മേൽപോട്ടാക്കി ചലനമില്ലാതെ കിടന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് ഇനി ഒരു പ്രതീക്ഷയുമില്ല, ആർക്കെങ്കിലും കാണണമെങ്കിൽ കാണാം, നമ്മുടെ കൈ വിട്ടുപോയി, ഒരു മടങ്ങി വരവും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ സമയം ബ്രദറിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ബ്രദർ വിദേശത്തായിരുന്നു. അന്നമോളോട് ഈ മോൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തുടർന്ന് അന്നമോൾ ബ്രദറിനെ അറിയിച്ചു. അപ്പോൾ ബ്രദർ മോൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടു, നിൻ്റെ അപ്പായ്ക്ക് ഒരു കുഴപ്പവും വരില്ല, പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങി വരുമെന്ന് പറഞ്ഞു. മക്കളെല്ലാവരും ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ ബന്ധുക്കളെ അറിയിച്ചു. പലരും ബ്രദറിനെ കയറി കണ്ടു. അവരെല്ലാവരും ഇനി ഒരു മടങ്ങി വരവില്ല എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് ഉറച്ചു നിന്നു. ഡയാലിസിസ് തുടങ്ങി. 3 ഡയാലിസിസുകൾ ചെയ്തു. എന്നാൽ ആ ദിവസം രാത്രിയിൽ ഈ മോൻ നമ്മുടെ ഫ്രൈഡേ മീറ്റിംഗ് യൂട്യൂബിലൂടെ വീണ്ടും കാണുമ്പോൾ ഒരു ദർശനം കണ്ടു. അപ്പോൾ ജിജോ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തേക്ക് നോക്കി, മനുഷ്യരോട് ആവശ്യങ്ങൾ പറയുന്നതിനേക്കാൾ സ്വർഗത്തേക്ക് നോക്കി നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, എൻ്റെ അപ്പയെ മടക്കി വേണം കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പറയുന്നത് താൻ ഒരു ദർശനം കണ്ടു, സ്വർഗത്തിൽ തൻ്റെ അപ്പ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ മകൻ കർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെയല്ല, എൻ്റെ അടുക്കൽ വേണം, എനിക്ക് മടങ്ങി വേണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഈ മോൻ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് ആ നിമിഷം ഡോക്ടേഴ്സ് പറഞ്ഞു ഈ ബ്രദർ ചലിക്കാൻ തുടങ്ങി, കഴുത്തിലെ ഞരമ്പുകൾ മിടിക്കുന്നുണ്ട്, ഒരു മടങ്ങി വരവ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ജോൺ ബ്രദർ ഈ മോന് മെസ്സേജ് ഇട്ടു, നിന്റെ അപ്പയ്ക്ക് ഒരു കുഴപ്പവും വരില്ല, പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങി വരുമെന്ന്. ഇപ്പോൾ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഡോക്ടേഴ്സിന് അത്ഭുതമാകുന്നത് വണ്ണം മെഡിക്കൽ സയൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച് ഇന്നും വാഴുന്ന കർത്താവ് ഈ ബ്രദറിനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു എന്നാണ്. സന്തോഷമുള്ള കാര്യമാണ്. ഇവർ ചികിത്സിച്ചു. എന്നാൽ ഡോക്ടേഴ്സിന് ചികിത്സയിൽ ഇദ്ദേഹം തിരിച്ചു വരുമെന്ന് വിശ്വാസമില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കരം ഈ കുടുംബത്തെ തൊട്ടു എന്ന് പറയുന്നത് സന്തോഷമാണ്. സന്തോഷത്തോടെ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞ് ഫിക്സ് വന്നു. കിഡ്നി ഫെയിലറായി. ഈ മോൻ എന്നെ വിളിച്ച് പറഞ്ഞത് എല്ലാ ഓർഗൻസും ഫെയിലറായിപ്പോയി. തിരിച്ചു വെന്റിലേറ്ററിലായിരുന്നു. അവിടുന്ന് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അതിൽ നിന്ന് മോചനം വന്നു. ഇന്ന് എഴുന്നേറ്റ് കൂടെ ഒന്നൊന്ന് സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ ചിന്തിക്കാൻ വയ്യ. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കർത്താവേ ഇനിയൊരു ഫിക്സ് ഇല്ല, ഇനി ഫിക്സ് വരുന്ന അനുഭവമില്ല, പാരലൈസ് എന്ന് പറയുന്ന സ്ട്രോക്ക് എന്ന് പറയുന്ന അനുഭവമില്ല. താൻ ആരോഗ്യത്തോടെ അനേകായർക്കൊരു അത്ഭുതമായിരിക്കട്ടെ അപ്പ.